മക്കളെ, എടാ മോഷൻ എ സ്ട്രേറ്റ് ലൈൻ്റെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഒരു വലിയൊരു ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ടൈം ഇൻ്റർവെല്ലിലാണ് ഏറ്റവും കൂടുതൽ ആവറേജ് വെലോസിറ്റിയും ഏറ്റവും കുറച്ച് ആവറേജ് വെലോസിറ്റി ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ലോപ്പാണല്ലേ. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഈ ഗ്രാഫിൻ്റെ അകത്ത് സ്ലോപ്പ് എവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എടാ, ഒന്നാമത്തെ പോയിന്റിലെ സ്ലോപ്പ് ഇത്രയാണ് സ്ലോപ്പ് അല്ലേ, ഈ ഇത്രയും ചരിവാണ്. രണ്ടാമത്തേന് ചരിവ് കുറച്ച് കുറവാണ്. മൂന്നാമത്തേന് നല്ല ചരിവുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും സ്ലോപ്പ് കൂടുതൽ? മൂന്നാമത്തെ റീജിയന് നല്ല ചരിവായതുകൊണ്ട് സ്ലോപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ സ്ലോപ്പ് കൂടിയാൽ ആവറേജ് വെലോസിറ്റി കൂടും. അപ്പോൾ മൂന്നാമത്തെ ടൈം ഇൻ്റർവെല്ലിൽ ആവറേജ് വെലോസിറ്റി കൂടുതലായിരിക്കും. ഇനി ഏറ്റവും കുറവ് എവിടെയായിരിക്കും? രണ്ടാമത്തെ ആയിരിക്കും. രണ്ടാമത്തിൻ്റെ സ്ലോപ്പ് വളരെ കുറവാണ്, ഒന്നിന് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇനി ഡയറക്ഷൻ നമ്മൾ പറയുകയാണെങ്കിലോ, ഇത് രണ്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും ടൈം ഇൻ്റർവെല്ലിൽ പോസിറ്റീവിലായതുകൊണ്ട് പോസിറ്റീവായിരിക്കും ആവറേജ് വെലോസിറ്റി. ഇനി മൂന്നാമത്തേനകത്ത് നെഗറ്റീവിലായതുകൊണ്ട് നെഗറ്റീവായിരിക്കും ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതുപോലെ കിണ്ണം കാച്ചി ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും വേണ്ടേ? അപ്പോൾ ഫോളോ ചെയ്യാം. ബൈ ബൈ.